വഖഫ് ഭേദഗതി ബില്ലിൽ കെസിബിസിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ധനമന്ത്രി നിർമ്മല സീതാരാമനും. മുനമ്പത്തെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തം. സങ്കുചിത താൽപര്യങ്ങളെ മാറ്റിവെച്ച് കെസിബിസി നിലപാടിനെ സ്വാഗതം ചെയ്യണം. രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാ എംപിമാരും ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്നും കിരൺ റിജിജുവും നിർമ്മല സീതാരാമനും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വഖഫ് ഭേദഗതി ബില്ലിൽ കെസിബിസിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് കേന്ദ്ര മന്ത്രിമാരായ കിരൺ റിജിജുവും നിർമ്മല സീതാരാമനും. അവർ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് കെസിബിസിയുടെ ആഹ്വാനത്തെ സ്വാഗതം ചെയ്യുന്നത്. എന്തായാലും രാഷ്ട്രീയ താൽപര്യങ്ങളെല്ലാം ഇക്കാര്യത്തിൽ മാറ്റിവെക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് എന്നുള്ളത് വ്യക്തമാകുകയല്ലേ ഇതിലൂടെ? റോണി, വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെയാണ് കെസിബിസിയുടെ ഭാഗത്തുനിന്ന് ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ എംപിമാരും പാർലമെന്റിൽ വോട്ട് ചെയ്യണമെന്നൊരു ആഹ്വാനം നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത് മുനമ്പത്തെ ഉൾപ്പെടെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഒപ്പം ഈ വിഷയത്തിൽ കേരളത്തിലെ എല്ലാ എംപിമാരും രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു കെസിബിസി പ്രസിഡന്റ് കർദിനാൾ മാർ ക്ലിമിസ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഇപ്പോഴും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും കേന്ദ്ര പാർലമെന്റ് കാര്യത്തിന്റെയും ന്യൂനപക്ഷ കാര്യ വകുപ്പിന്റെയും ചുമതലയുള്ള മന്ത്രിയും കിരൺ റിജിജുവും രംഗത്തെത്തിയിട്ടുള്ളത്. രണ്ടുപേരും എക്സിലൂടെയാണ്, സമൂഹ മാധ്യമത്തിലൂടെയാണ് കെസിബിസിയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നതായി അറിയിക്കുകയും ഒപ്പം കിരൺ റിജിജുവിന്റെ പോസ്റ്റ് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ എംപിമാരും ബില്ലിനെ പിന്തുണയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം പ്രീണന രാഷ്ട്രീയം, അതല്ലെങ്കിൽ സങ്കുചിത രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എംപിമാർ തീരുമാനമെടുക്കണം. ബില്ല് ഒരു വിഭാഗത്തിനും എതിരല്ല. ഒപ്പം നരേന്ദ്രമോദി സർക്കാർ ഓരോ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുവാനാണ് ശ്രമിക്കുന്നത്. അത് തുടരും എന്നുള്ളതുമാണ് കിരൺ റിജിജു അദ്ദേഹത്തിന്റെ എക്സിൽ കുറിച്ചിട്ടുള്ളത്. കെസിബിസിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ എല്ലാ എംപിമാരും വഖഫ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കണം എന്നുള്ളതാണ് കിരൺ റിജിജു വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ധനമന്ത്രി നിർമ്മല സീതാരാമനും സമാനമായ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ വഖഫ് നിയമത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതിൽ എല്ലാ എംപിമാരും ഒരുമിച്ച് നിൽക്കണം. ഒപ്പം കെസിബിസിയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതുമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുകയും എല്ലാ എംപിമാരും, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ വിഷയം വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുനമ്പത്ത് പ്രത്യക്ഷ സമരം വലിയ രീതിയിൽ ജനങ്ങൾ സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തിലെ എല്ലാ എംപിമാരും ഈ നിയമ ഭേദഗതിയുടെ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് സങ്കുചിതമായ രാഷ്ട്രീയ മനോഭാവം മാറ്റിവെച്ച് ബില്ലിനെ അനുകൂലിക്കണം എന്ന കെസിബിസിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയും എംപിമാരെല്ലാവരും തന്നെ അത് അനുകൂലിച്ച് പാർലമെന്റിൽ ഒരുമിച്ച് നിൽക്കണമെന്ന ആഹ്വാനം കേന്ദ്ര പാർലമെന്ററി കാര്യ ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഈ ബില്ല് വിശദമായി പരിശോധിച്ച പാർലമെന്റിന്റെ സംയുക്ത കമ്മിറ്റിയുടെ ചെയർമാൻ ജഗദാംബിക പാലും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് വഖഫ് നിയമ ഭേദഗതി ബില്ല് ഒരു കാരണവശാലും മതസ്വാതന്ത്ര്യത്തിനെതിരല്ല, അതൊരു മതസ്ഥാപനമല്ല. നിലവിൽ വഖഫ് ബോർഡിന്റെ ചില നിയമങ്ങൾ രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കപ്പുറമാണ്. അതുകൊണ്ട് വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനുള്ള നിയമ ഭേദഗതികളാണ് വഖഫ് ബില്ലിലൂടെ കൊണ്ടുവരുന്നത്. ആ വഖഫ് നിയമ ഭേദഗതിയും മതസ്വാതന്ത്ര്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലായെന്നും ന്യൂനപക്ഷങ്ങളെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളത് ജഗദാംബിക പാൽ എംപിയും വ്യക്തമാക്കിയിരുന്നു. കൂടാതെ കെസിബിസിയും ഇതേ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മുനമ്പത്ത് ഉൾപ്പെടെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വഖഫ് ബോർഡിന്റെ അനധികൃത ഭൂമി കയ്യേറ്റത്തിനെതിരെയും പ്രതികരിക്കേണ്ടതും അത്തരം തുടർന്നുള്ള നടപടികൾ തടയേണ്ടതും അനിവാര്യമാണ്. അതിനായി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ എംപിമാരും ഈ വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് പാർലമെന്റിൽ വോട്ട് ചെയ്യണം എന്ന് കെസിബിസി വ്യക്തമാക്കുമ്പോഴും ആ നിലപാടിനോട് പ്രതികരിക്കാൻ ഏകദേശം ഒരു ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിലെ ഒരു എംപി പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ എംപിമാരുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. നിലവിൽ UDFും LDFും ഒപ്പം കേരളത്തിൽ CPM ഭരിക്കുന്ന സർക്കാരും കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരും ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ള നരേഷൻ അല്ലെങ്കിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട്
പൊതുജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള നരേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതി ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, മതസ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന വ്യാജ പ്രചാരണം ഇരു പാർട്ടികളും വ്യാപകമായി നടത്തിയിരുന്നു. നേരത്തെ CAA സമരകാലത്ത് പൗരത്വ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അത് രാജ്യത്തെ മുസ്ലിമുകൾക്കെതിരാണെന്നും രാജ്യത്തെ മുസ്ലിമുകളുടെ പൗരത്വം നഷ്ടപ്പെടുമെന്നും വ്യാജ പ്രചാരണം നടത്തിയ അതേ ടീമുകൾ അല്ലെങ്കിൽ അതേ വിഭാഗം തന്നെയാണ് ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി മുസ്ലിം മതസ്വാതന്ത്ര്യത്തിനെതിരാണെന്നും മതവികാരം വ്രണപ്പെടുത്തുന്നതുമാണെന്ന പ്രചാരണം നടത്തിക്കൊണ്ട് ബില്ലിനെതിരെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത്. അത് ഒഴിവാക്കണമെന്നും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ MP-മാരും വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ച് പാർലമെന്റിൽ വോട്ട് ചെയ്യണം എന്നുള്ളതുമാണ് KCBCയുടെ നിലപാട്. ഈ നിലപാടിനെ കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും സ്വാഗതം ചെയ്തിരുന്നു. വഖഫ് നിയമ ഭേദഗതി എന്താണെന്ന് കൃത്യമായി പഠിച്ചാൽ അതിൽ മതവുമായി യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ യാതൊന്നും വഖഫ് നിയമ ഭേദഗതിയിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ MP-മാരും KCBCയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിക്കണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരുന്നു. അതിന് പുറകെയാണ് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും കേന്ദ്ര ന്യൂനപക്ഷകാര്യ പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവും വഖഫ് ബില്ലിനെ അനുകൂലിക്കണമെന്ന KCBCയുടെ ആഹ്വാനത്തെ സ്വാഗതം ചെയ്തത്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.